ഹലോ കൂട്ടുകാരെ, ഇന്ന് കൈലാസിൻ്റെയും യുവിയുടെയും രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ളൊരു ഡേ ആണ് കാണിക്കുന്നത്. കൈലാസ് ഇതാ രാവിലെ തന്നെ കുളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവന് വെക്കേഷൻ സമയത്ത് തുടങ്ങിയൊരു ശീലമാണ് ഇത് കേട്ടോ. എന്തായാലും നല്ല ശീലമാണല്ലോ. യുവി ഇന്ന് കുളിച്ചില്ല കേട്ടോ. രാവിലെ അവന് ജലദോഷവും പനിയും ഒക്കെ ഉണ്ട്. അച്ചാച്ചനും അമ്മമ്മക്കൊക്കെ പനിയായിരുന്നല്ലോ, അപ്പോൾ യുവിക്കും പനി വന്നു കേട്ടോ. കൈലാസിന് ചെറിയ രീതിയിൽ മൂക്കടപ്പൊക്കെ ഉണ്ട്. എന്നാൽ അവൻ രാവിലെ എപ്പോഴും എണീച്ച് കുളിക്കുന്നൊരു ശീലമുണ്ട്. അവനത് മുടക്കിയില്ല. ഒരാൾ കുറിയൊക്കെ തൊടുകയാണേ, വലിയ രീതി കുറിയൊക്കെ തൊടണം, എന്നാലും അവനൊരു സമാധാനമാവല്ലോ. അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. കണ്ടോ, കിണ്ടിയിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് ചന്ദനമൊക്കെ തേക്കാൻ. അപ്പോൾ ആ കുറി മായ്ച്ചിട്ട് ആദ്യം ഗോപിക്കുറി വയ്ക്കാൻ നോക്കട്ടോ. ഞാനാ പറയുന്നത്, എന്താ അങ്ങനെ വയ്ക്കുന്നത്, ഗോപിക്കുറി തൊട്ടിടുക. അപ്പോൾ ആളത് മായ്ച്ചിട്ട് ഗോപിക്കുറി വെക്കുവാണ്. യുവി ഇതാ കാറുമായിട്ട് നല്ല കളിയിലാണ്. ആൾ കീയൊക്കെ എടുത്ത് എവിടെയാണ് പോകാൻ ഇറങ്ങിയിട്ടുള്ളത്. അവനിങ്ങനെ കാറ് കൊണ്ട് കളിക്കും. ഷോപ്പിൽ പോകും, അങ്ങനെയൊക്കെ ആക്കിയിട്ട് അവൻ ആ കാറ് കൊണ്ട് കളിച്ചോളും. യുവിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. കൈലാസ് ഇത്തിരി എണീക്കാൻ ലേറ്റായിരുന്നു. രാവിലെ ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്. അവന് നല്ല ഇഷ്ടമാണ് ഇടിയപ്പം. യുവി ഇതാ കളിയിൽ തന്നെയാണ്. കാറിലൊക്കെ കയറി അവൻ ആ കീ വേണം, എന്നാലേ കളിക്കാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അവൻ അച്ഛൻ എന്താണോ ചെയ്യുന്നത് അതുപോലെയാണ് കേട്ടോ ചെയ്യുക. ഷോപ്പിൽ പോവുക, വരിക, അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് അവൻ കളിക്കും. രാവിലെ ഇതാ കൈലാസ് ഒരു സൈക്കിള് എടുത്തിട്ട് പോകാൻ പോവാണേ. ഇടയ്ക്ക് അങ്ങനെ രാവിലെ ഒരു 2-3 റൗണ്ട് സൈക്കിളൊക്കെ ഓടി വീടും ചുറ്റിട്ട് ഓടിക്കുക, റോഡിലോട്ട് വിടാറില്ല. ഈവനിങ് ആകുമ്പോൾ റോഡിലേക്ക് പോയിക്കോളൂ അവൻ. പിന്നെ ഇതാവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. ഇടിയപ്പവും ബാജിക്കറിയാണ് കേട്ടോ. ബാജിക്കറി ഞങ്ങളിവിടെ പറയും, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറി. അവന് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് ഒരു 2-3 തവണ അത് കഴിച്ചു. യുവി ആദ്യം കഴിച്ചതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് കഴിക്കുന്നത്. പിന്നെ അവൻ കുറച്ച് നേരം ഇരുന്ന് ടി വിയൊക്കെ കാണും, ചിലപ്പോൾ പഠിക്കും. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. കറക്റ്റ് ഒരു ഇതില്ല. രാവിലെ കുറച്ച് നേരം എന്തായാലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. അപ്പോൾ അവൻ കുറച്ച് നേരം ഇരുന്ന് ടി വി കാണുന്നുണ്ട്. ചില സമയത്ത് പഠിക്കുകയൊക്കെ ചെയ്യും. അതിനിടയിൽ ഞാൻ ഉച്ചക്കത്തെ പണിയൊക്കെ നോക്കി. ഇന്ന് മത്തിയാണ് കേട്ടോ കിട്ടിയത്. ചാള എന്ന് പറയും ഇവിടെ, മത്തി എന്ന് പറയും. പിന്നെ ഇതാ വൻപയർ കറിയും വെച്ചിട്ടുണ്ട്. വൻപയറും കായും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ചോറ് ആദ്യം ആക്കി വെച്ചിട്ടുണ്ട്. നല്ല വേവുള്ള അരിയാണ്, അപ്പോൾ ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ട്. വൻപയർ കറിയും മീൻ പൊരിച്ചതൊരു മോര് കറിയും ആക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. വൻപയർ കറിക്ക് ഞാൻ വറുത്തിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ വറുത്തിടുകയാണെന്ന് പറയാം, അല്ലെങ്കിൽ താളിക്കുക എന്നൊക്കെ പറയും. കുറച്ച് കടുകും അതിനകത്ത് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതാ ഒരു വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. കൈലാസിന് ഇഷ്ടം സാമ്പാറും ഈ വൻപയർ കറിയാണ് കേട്ടോ. ഇത് സാമ്പാറൊന്നും വെച്ചില്ല, അതിന് പകരമാണ് മോര് കാച്ചുന്നത്. ചെറിയ രീതിയിൽ മോര് തേങ്ങയും നിരക്കാതെ സിമ്പിളായിട്ട് ഉള്ളിയൊക്കെ കാച്ചിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ വൻപയർ ഇതൊക്കെ വറുത്തിടാണ്. അങ്ങനെ വൻപയർ കറിക്ക് വറുത്തിട്ടു. അതിനിടയ്ക്ക് മീൻ അവിടെ നിന്ന് ആവുന്നുണ്ട് കേട്ടോ. മീൻ രണ്ടാൾക്കും കിട്ടിയാൽ കഴിക്കുകയൊക്കെ ചെയ്യും, എന്നാലും കുഴപ്പമില്ല. മീനില്ലെങ്കിൽ രണ്ടാളും കഴിച്ചോളും. പിന്നെ കൈലാസ് കുറച്ച് നേരം പഠിക്കാൻ വന്നിട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് എഴുതുന്നത്. മറന്നു പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒന്നുകൂടി അവനെ എഴുതിപ്പിക്കുന്നത്. 6 വരെ ആൾ ഓക്കെ ആയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്. ഡെയിലി ചോദിച്ചില്ലെങ്കിൽ അവന് 2 ദിവസം കഴിയുമ്പോൾ ആദ്യം ഇത് മറക്കുന്നുണ്ട്. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതാ യുവി ഇവിടുന്ന് പീനട്ട് ബട്ടറൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ബ്രെഡും പീനട്ട് ബട്ടറും വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അവനും എന്നെ കുരുത്തക്കേടല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അതിനിടയ്ക്ക് ഞാൻ എന്താ അവന് ബ്രെഡും പീനട്ട് ബട്ടറും ആക്കി കൊടുക്കുന്നുണ്ട്. കൈലാസിലാണ്. യുവി അവിടെ ഇരിപ്പുണ്ട്, അവനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെന്നാലും കഴിക്കാൻ ചാൻസ് കുറവാണ്. അവൾക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ഒന്നൊക്കെ കഴിക്കും. കൈലാസിന് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും വിശന്ന് കഴിഞ്ഞാൽ അവനത് കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല.
കൂടുതലിഷ്ടം ന്യൂട്ടെല്ലയും ജാമുമാണ്. ജാമ് കുഴപ്പമില്ല, എന്നാലും ന്യൂട്ടെല്ലയാണ് ഏറ്റവും കൂടുതലിഷ്ടം. അവന് ചോക്ലേറ്റ് ഫ്ലേവറാണ് ഏറ്റവും കൂടുതലിഷ്ടം. എന്താ കൈലാസം ഞാൻ ഓരോ ജോഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് യുവിക്ക് ഒന്നും ആക്കി കൊടുക്കണം. അവൻ അവിടെ ടേബിളിൽ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അവന് ടി വി കാണണം അങ്ങനെ ഒന്നുമില്ല നിർബന്ധം. അവൻ അവിടെ ഇരുന്ന് ടേബിളിൽ തന്നെ ഇരുന്ന് കഴിക്കുക. ചില സമയങ്ങളിൽ ചിലപ്പോൾ സോഫയിലൊക്കെ പോയിരിക്കും, അത്രയേ ഉള്ളൂ. എന്നാലും മാക്സിമം അവൻ ടേബിളിൽ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക. പക്ഷെ അവനെല്ലാം കൃത്യസമയത്ത് ഫുഡ് വേണം. രാവിലെ ആയാലും ഉച്ചക്കായാലും ഈവനിങ് എല്ലാം കൃത്യ ടൈമിംഗ് ആണ് യുവിക്ക്. ഈവനിങ് സന്ധ്യ ആകുമ്പോൾ ഒരു 7:30 ആകുമ്പോൾ അവൻ ഫുഡൊക്കെ കഴിച്ച് ഒരു 8:30ക്കുള്ളിൽ അവൻ ഉറങ്ങും. അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ 8:30ക്കുള്ളിൽ അവൻ ഉറങ്ങും. ഞാൻ എന്നിട്ട് ഇതാ അടുക്കളയിലേക്ക് പോയിട്ടോ മോര് കാച്ചാനുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങ് മറന്നു പോകുന്നു. എന്നിട്ട് അങ്ങനെ മോര് കാച്ചാൻ വെച്ചു. ചട്ടിയിലാണ് മോര് കാച്ചുന്നത്. മോര് കാച്ച തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, സിമ്പിളായിട്ടൊരു മോര് കാച്ചൽ. എണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കടുകൊക്കെ ഇട്ട് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി ഇല്ല, ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത്രയും ഇട്ടിട്ടാണ് കേട്ടോ ആക്കുന്നത്. സാധാരണ അല്ലെങ്കിൽ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി ഇട്ടിട്ടാക്കും. അതും നല്ല രസമാണ്, ഇതും നല്ല രസമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മോരില്ലാത്തതുകൊണ്ട് ഞാൻ തൈരാണ് എടുത്തിട്ടുള്ളത്. തൈര് മിക്സിയിലിട്ട് അടിച്ചിട്ടാണുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷമാണ് ഈ മോര് അതിൻ്റെ അകത്ത് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തിരി കട്ടിയാവുമല്ലോ. കുറച്ച് മോര് കാച്ചാൽ കുറച്ച് ലൂസോടെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാനിത് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് മോര് ഒഴിക്കുക. അല്ലെങ്കിൽ മോര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പീരായിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനുശേഷം തിളപ്പിക്കാറില്ല. ചട്ടിയിലാക്കുമ്പോൾ പ്രത്യേക രുചിയുണ്ട്. ആദ്യമൊക്കെ ഞാൻ ചട്ടിയിലാക്കാറില്ല, ചീനച്ചട്ടിയിൽ തന്നെ ആക്കാറ്. ചട്ടി ഉണ്ടല്ലോ അതിലാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആക്കി നോക്കിയതാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ എപ്പോഴും ചട്ടി തന്നെ ആക്കാറ്. കുറച്ച് കറിവേപ്പില ഇട്ടു. കറിവേപ്പില നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്, പുറത്തുനിന്ന് വാങ്ങാറില്ല. അത്യാവശ്യത്തിന് ഒഴിച്ചു, നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു. അങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു, മഞ്ഞപ്പൊടി ഇട്ടു, ഓഫാക്കിയിട്ട് മോര് ഒഴിച്ചു. അങ്ങനെ മോരുകൾ റെഡി ആയിട്ടോ. മുത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്ത് വെച്ചു. പിന്നെ പിന്നെ ഈവനിങ് ആകുമ്പോൾ ഞങ്ങൾ മോമോസ് ആക്കി. ചിക്കൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. ആകുമ്പോൾ തന്നെ മോമോസ് ആക്കാറ്. മൈദ ഉണ്ടായിരുന്നു, അങ്ങനെ മോമോസ് ആക്കി കൊടുത്തു. കുറച്ച് അധികം തന്നെ ആക്കി അവൻ കഴിച്ചോളും. യുവിയും കഴിച്ചു കേട്ടോ. യുവിക്ക് വലിയ താല്പര്യമില്ലെങ്കിൽ യുവിക്ക് സാധാരണ ഫുഡാണ് ഇഷ്ടം. അതായത് നമ്മുടെ സാധാരണ നാടൻ ഫുഡ്, ചോറ്, കഞ്ഞി, അങ്ങനത്തെ ചെറുപയർ, വൻപയർ, ഈ പയർ വർഗ്ഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തിനോട് താല്പര്യം കുറവാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അത്രേ കഴിക്കുള്ളൂ, അതിൽ കൂടുതലും ഞാൻ കഴിക്കും. കേക്ക് അതൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. കൈലാസാണ് വീഡിയോ എടുത്ത് തരുന്നത് എനിക്ക്. കാരണം ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഇത് പരത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു. ആൾ കളീൻ്റെ തിരക്കിലായിരുന്നു, എന്നാലും ഞാൻ അവനെ കൊണ്ട് വീഡിയോ ആണ്. മോമോസ് ഞാൻ അതിൻ്റെ സോസൊന്നും ഉണ്ടാക്കില്ല, സാധാരണ സോസ് ഉണ്ട്. അപ്പോൾ മറ്റേ തക്കാളിയും ഉള്ളിയും ഒക്കെ വഴറ്റി അരച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ അതൊന്നും ഉണ്ടാക്കിയില്ല. സോസ് കൂട്ടി അവർ കഴിച്ചു. സോസൊന്നും ഉണ്ടാക്കില്ല. ഇപ്പോൾ ചിക്കൻ മേടിച്ച ബാക്കി വന്ന് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ബാക്കി വന്നാൽ കുറച്ച് അവിടെ എടുത്ത് മാറ്റി വയ്ക്കും. ഇതിന് ഇത്രയുള്ള വേണ്ടു. അപ്പോൾ കുറച്ച് 2-3 പീസ് അങ്ങനെ ഇതിനായിട്ട് മാറ്റി വയ്ക്കും. ബാക്കി ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെയാണ് വേണ്ടത്. മസാല എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഗരം മസാല, നമ്മൾ നാടൻ മസാലാസാണ് കേട്ടോ യൂസ് ചെയ്തത്. എനിക്ക് കറക്റ്റായിട്ടൊന്നും ഉണ്ടാക്കാനറിയില്ല, എൻ്റേതായ രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്, അത്രേ അറിയുള്ളൂ. അപ്പോൾ ഇതാ കുറച്ച് അധികം തന്നെ ആക്കിയിട്ടുണ്ട്. കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഇത് ആവി കയറ്റി അത് വയ്ക്കണം കേട്ടോ. ഇതാ കഴിക്കാൻ വന്നു. ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. കുറച്ച് എരിവ് കൂടിപ്പോയിരുന്നു, പച്ചമുളക് നല്ല എരിവുണ്ട്. സോസുമൊക്കെ കഴിക്കുകയാണ്. യുവിയുണ്ട്. യുവി മറ്റേ ദോശയൊക്കെ പൊട്ടിച്ച് കഴിക്കുന്നുണ്ട്. ചട്നിയൊക്കെ മുക്കി കഴിക്കുന്ന പോലെയാണ് പൊട്ടിച്ച് കഴിക്കുന്നവരെങ്ങനെ കഴിക്കുന്നറിയില്ല. എന്നിട്ട് ഇതാ ആൾ വണ്ടി കഴുകാൻ വന്നു കേട്ടോ. അച്ചാച്ചന് വണ്ടി കഴുകണമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ടേക്ക് വന്നതാണ്. കല്യാണത്തിന് പോകാണ്ടെന്ന് പറഞ്ഞു.
ജസ്റ്റ് അവനൊന്ന് കഴുകി, ആദ്യം ഒന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകി, പിന്നീട് വെള്ളമൊക്കെ തുടച്ച് കളയാണ്. യുവി അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് അവനെ അങ്ങ് മാറ്റി നിർത്തി, കാരണം വല്ലാണ്ട് വെള്ളം കളയുന്നുണ്ട്. അപ്പോൾ അവനവിടെ ഇരുത്തിയിട്ടുണ്ട്, ആൾ ദേഷ്യം പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. കൈലാസിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. വണ്ടി കഴുകുക, ചെരുപ്പ് കഴുകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചാൽ വരും. അല്ലാത്തപ്പോൾ വിളിച്ചാൽ കൈലാസ് വരികയില്ല. പഠിക്കാൻ വിളിച്ചാൽ ഒട്ടും വരില്ല. അവൻ ടി വിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കും. എന്നാലും ഒന്ന് പേടിപ്പിച്ചാൽ വരുമൊക്കെ ചെയ്യും, പക്ഷേ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനത്തെ കാര്യത്തിൽ നല്ല ഇൻട്രസ്റ്റാണ് അവൻ. കഴുകുമ്പോൾ എന്തായാലും അത് വൃത്തിക്ക് തന്നെ കഴുകും. പിന്നെ കുട്ടികളല്ലേ, അതിൻ്റെതായ പോരായ്മകൾ എന്തായാലും ഉണ്ടാവുമല്ലോ. തോർത്തൊക്കെ ഇട്ടിട്ടാണ് കഴുകുന്നത്, ഡ്രസ്സിൽ വെള്ളമാണെന്ന് വെച്ചാൽ. എന്നിട്ട് അതിന് ശേഷം കുളിച്ച് പ്രാർത്ഥിക്കാൻ പോയി. അമ്മമ്മയും കൈലാസ് യുവിയൊക്കെ പ്രാർത്ഥിക്കാൻ വന്നു. യുവി ഏതാ കയറുന്നില്ല, അവിടെ നിന്ന് പുറത്തുനിന്ന് ഇങ്ങനെ കളിക്കുകയാണ്. കൈലാസിന് എന്തായാലും ചന്ദനത്തിരി കത്തിക്കണം, അത് അവൻ്റെ ഡ്യൂട്ടിയാണ്. അത് ആർക്കും അവനാ ഡ്യൂട്ടി കൊടുക്കുന്നത്. കണ്ട കുറച്ചുകൂടെ കളിക്കുന്നുണ്ട്. കുരുത്തക്കേടൊക്കെ ഉണ്ട്, രണ്ടാക്കും കുരുത്തക്കേടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൈലാസിൻ്റെ വീഡിയോ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൈലാസിൻ്റെ വീഡിയോ ലോങ് വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതാ എന്നിട്ട് ചന്ദനം തൊടുകയാണേ. അപ്പോൾ ഓക്കെ, ബായ്, എല്ലാവരും കാണണേ.